ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. കർദിനാൾ മക്കിൾറോയെ വാഷിംഗ്ടൺ DC-യിലെ ആർച്ച് ബിഷപ്പായി മാർപ്പാപ്പ നിയമിച്ചു. പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങളെ കഠിനമായി വിമർശിക്കുന്നയാളാണ് ഈ ആർച്ച് ബിഷപ്പ്. കുടിയേറ്റത്തോടുള്ള ട്രംപിൻ്റെ നയത്തെയാണ് കത്തോലിക്ക സഭ എതിർക്കുന്നത്. അനധികൃതമായി കുടിയേറി പാർക്കുന്നവർക്ക് അമേരിക്കയിൽ വെച്ച് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പൗരത്വം ലഭിക്കും. എന്നാൽ ഇവരുടെ മാതാപിതാക്കൾ അനധികൃത വിദേശ കുടിയേറ്റക്കാരായി തന്നെ തുടരും. ട്രംപ് നിർദ്ദേശിക്കുന്ന പുതിയ നിയമം നടപ്പിലായാൽ മക്കളെ ഉപേക്ഷിച്ച് മാതാപിതാക്കൾക്ക് അമേരിക്ക വിട്ടുപോകേണ്ടി വരും. മക്കളെയും മാതാപിതാക്കളെയും വേർതിരിക്കുന്നതിനെ മനുഷ്യത്വരഹിതമായ നടപടി എന്നാണ് ഈ കർദിനാൾ വിശേഷിപ്പിക്കുന്നത്. ഇദ്ദേഹത്തെ ആർച്ച് ബിഷപ്പായി നിയമിച്ചുകൊണ്ടുള്ള അറിയിപ്പ് പ്രസിദ്ധീകരിച്ചത് ജനുവരി 6-നാണ്. 2020 ജനുവരി 6-നാണ് ട്രംപ് അനുകൂലികൾ വൈറ്റ് ഹൗസിൽ അതിക്രമിച്ചു കടക്കുകയും കലാപം ഉണ്ടാക്കുകയും ചെയ്തത്. തിരഞ്ഞെടുപ്പിൽ അഴിമതി നടന്നു എന്ന് ട്രംപ് ആരോപിച്ചതിനെ തുടർന്നാണ് അനുയായികൾ വൈറ്റ് ഹൗസിൽ പ്രകടനം നടത്തിയത്. ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനവും കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനവും ജസ്റ്റിൻ ട്രൂഡോ തിങ്കളാഴ്ച രാജിവെച്ചു. 2021 നടന്ന തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചത്. എന്നാൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. തിരഞ്ഞെടുപ്പിന് ശേഷം ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുമായി കരാറുണ്ടാക്കിയാണ് ട്രൂഡോ മന്ത്രിസഭ രൂപീകരിച്ചത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഈ പാർട്ടി ഭരണകക്ഷിക്കുള്ള പിന്തുണ പിൻവലിച്ചു. പ്രധാനമന്ത്രി വാക്കു പാലിക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു ഈ നടപടി. പ്രധാനമന്ത്രിയുടെ നയങ്ങളിൽ പ്രതിഷേധിച്ച് ആദ്യം ഉപപ്രധാനമന്ത്രിയും പിന്നീട് ധനകാര്യമന്ത്രിയും രാജിവെച്ചു. ഭരണകക്ഷിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയണം എന്നാവശ്യപ്പെട്ടു. മറ്റു കക്ഷികളെ കൂട്ടുപിടിച്ച് അധികാരം നിലനിർത്താനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമങ്ങളും വിജയിച്ചില്ല. കാനഡയിലെ സിഖ് വംശജരെ പ്രീണിപ്പിക്കാനുള്ള ട്രൂഡോയുടെ നീക്കങ്ങൾ ഇന്ത്യ കാനഡ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കി. കാനഡയെ അമേരിക്കയുടെ 51ാം സംസ്ഥാനമാക്കും എന്നാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമ്പത്തിക രേഖകളിൽ കൃത്രിമം കാണിച്ചതിനെക്കുറിച്ചുള്ള കേസ് വെള്ളിയാഴ്ച തീർപ്പ് കൽപ്പിക്കാനാണ് കോടതിയുടെ തീരുമാനം. ഈ കേസ് നീട്ടിവെക്കണം എന്നഭ്യർത്ഥിച്ച് പ്രതി നൽകിയ അപേക്ഷ കോടതി അനുവദിച്ചില്ല. വൻതുക പ്രതിഫലം നൽകി ലൈംഗിക അപവാദ കേസ് ഒതുക്കി തീർത്തു എന്നാണ് കേസ്. ഈ പണമിടപാട് കണക്കിൽ വരാതിരിക്കാൻ രേഖകളിൽ കൃത്രിമം കാട്ടി എന്നാണ് ആരോപണം. 2025 തിരഞ്ഞെടുപ്പിന് മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ജോ ബൈഡന്റെ കാലത്ത് കേസ് കോടതിയിലെത്തുകയും പ്രതി കുറ്റം ചെയ്തിട്ടുള്ളതായി കണ്ടെത്തുകയും ചെയ്തു. ശിക്ഷ വിധിക്കുന്നത് മാറ്റിവെക്കണം എന്ന ആവശ്യമാണ് കോടതി തള്ളിയത്. ക്രിമിനൽ കേസുകളിൽ രാഷ്ട്രത്തലവനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് ട്രംപ് അനുകൂലികൾ വാദിക്കുന്നത്. കീഴ്ക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് ട്രംപിൻ്റെ തീരുമാനം. അപ്പീൽ മേൽക്കോടതി അനുവദിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നിയുക്ത പ്രസിഡന്റിന്റെ അപ്പീൽ നിരാകരിക്കാൻ കീഴ്ക്കോടതിയിലെ ഒരു ന്യായാധിപൻ തയ്യാറായി എന്നത് നീതിന്യായ വ്യവസ്ഥയുടെ കരുത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.
അഫ്ഗാനിസ്ഥാൻ ജയിലിൽ തടഞ്ഞു വച്ചിരിക്കുന്ന അമേരിക്കൻ പൗരന്മാരെ മോചിപ്പിക്കണമെന്ന് ബൈഡൻ ഭരണകൂടം താലിബാനോട് ആവശ്യപ്പെട്ടു. മുഹമ്മദ്, റിയാൻ, ജോർജ് തുടങ്ങി തങ്ങളുടെ 3 പൗരന്മാരെ 2022 മുതൽ അന്യായമായി താലിബാൻ തടഞ്ഞു വച്ചിരിക്കുന്നു എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഈ 3 തടവുകാരെ മോചിപ്പിക്കാമെങ്കിൽ ഗ്വാണ്ടനാമോയിൽ തടഞ്ഞു വച്ചിരിക്കുന്ന അഫ്ഗാൻ പൗരനായ മുഹമ്മദ് അൽ അഫ്ഗാനിയെ മോചിപ്പിക്കാം എന്നാണ് അമേരിക്കയുടെ വാഗ്ദാനം. ഇതുവരെ അമേരിക്ക താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടില്ല. തന്മൂലം തടവുകാരെ കൈമാറുന്നതിനുള്ള ചർച്ചകൾ ഖത്തറിൻ്റെ മധ്യസ്ഥതയിലാണ് പുരോഗമിക്കുന്നത്. അധികാരം അടുത്ത പ്രസിഡന്റിന് കൈമാറുന്നതിനു മുൻപായി അഫ്ഗാൻ തടവറയിൽ നിന്നും അമേരിക്കൻ പൗരന്മാരെ മോചിപ്പിച്ച് നാട്ടിൽ എത്തിക്കാനാണ് ബൈഡൻ ഭരണകൂടത്തിൻ്റെ ശ്രമം. പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിയും തടവുകാരെ പരസ്പരം കൈമാറുന്നതിനെ അനുകൂലിക്കുന്നുണ്ട്. ബ്രിക്സ് രാജ്യങ്ങൾക്ക് പൊതുവായ ഒരു നാണയം എന്നത് ഒരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ് എന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടത്. ഇപ്പോൾ തന്നെ പല ബ്രിക്സ് രാജ്യങ്ങളും ഡോളറിന് പകരം പ്രാദേശിക നാണയത്തിൽ ഇടപാടുകൾ നടത്തുന്നുണ്ട്. ബ്രിക്സ് സഖ്യത്തിലെ അംഗങ്ങളുമായുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ തങ്ങളുടെ നാണയത്തിൽ നടത്തുന്നതിനെ റഷ്യയും ചൈനയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഡോളർ ഉപേക്ഷിക്കാനല്ല, യൂറോയെപ്പോലെ ഒരു പൊതു നാണയമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡോളർ ഉപേക്ഷിക്കുന്ന രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ നികുതി 100% വർദ്ധിപ്പിക്കും എന്നാണ് ട്രംപിൻ്റെ ഭീഷണി. ഈ സാഹചര്യത്തിലാണ് ഡോളർ ഉപേക്ഷിക്കില്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ ഡോളറിനെ മാറ്റി നിർത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കാനായി ഭാരത സർക്കാർ ഒരു വിദഗ്ധ സംഘത്തെ നിയമിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റഷ്യയും ചൈനയും നേതൃത്വം നൽകുന്ന ബ്രിക്സ് ശക്തി പ്രാപിക്കുന്നതിനെ അമേരിക്ക ഉത്കണ്ഠയോടെയാണ് കാണുന്നത്. 1978 അരുണാചൽ പ്രദേശ് മതസ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്. ഇത് നടപ്പിലാക്കുന്നതിനാവശ്യമായ ചട്ടങ്ങൾ ഇതുവരെ പാസാക്കിയിട്ടില്ല. തന്മൂലം സംസ്ഥാനത്ത് ഈ നിയമം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. 46 വർഷങ്ങൾക്ക് ശേഷം ചട്ടങ്ങൾ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗോത്രവർഗ സമൂഹങ്ങൾ കൂട്ടത്തോടെ മതപരിവർത്തനം നടത്തുന്നു എന്നും അത് ദേശീയ സംസ്കാരത്തെയും പാരമ്പര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്നുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം. കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ ഈ സംസ്ഥാനത്ത് ക്രിസ്ത്യാനികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ചൂണ്ടിക്കാട്ടിയാണ് ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിനെ ന്യായീകരിക്കുന്നത്. മതസ്വാതന്ത്ര്യ നിയമം എന്നാണ് പേരിട്ടിരിക്കുന്നതെങ്കിലും മതം മാറാനുള്ള അവകാശം നിഷേധിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് ചട്ടങ്ങൾ തയ്യാറാക്കുന്നത്. മതപരിവർത്തനം നിരോധിക്കുന്നതിന് തുല്യമായ ഈ ചട്ടങ്ങൾ ഭരണഘടന അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യത്തിൻ്റെ ഘാതകനായി മാറും. ഭരണം താലിബാനെ ഏൽപ്പിച്ച് അമേരിക്ക നാട്ടിലേക്ക് മടങ്ങിപ്പോയത് 2021 പാകിസ്ഥാൻ, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും താലിബാനെ അംഗീകരിക്കുന്നത്. മതാധിഷ്ഠിത നിയമങ്ങളും കാലഹരണപ്പെട്ട സ്ത്രീവിരുദ്ധ സമീപനവും കൊണ്ടാണ് അന്താരാഷ്ട്ര സമൂഹം അഫ്ഗാനിസ്ഥാനെ ബഹിഷ്കരിക്കുന്നത്. പാകിസ്ഥാനിൽ താലിബാൻ മാതൃകയിലുള്ള ഭരണം സ്ഥാപിക്കാനായി പോരാടുന്ന തീവ്രവാദികളെ താലിബാൻ പിന്തുണയ്ക്കുന്നു എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ആരോപിക്കുക മാത്രമല്ല, ഇതിൻ്റെ പേരിൽ
അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ തകരാറിലാവുകയും ചെയ്തു. താലിബാൻ ബഹിഷ്കരണമാണ് ഇന്ത്യയും പിന്തുടരുന്നത്. എന്നാൽ ഉഭയകക്ഷി ചർച്ചകളിലൂടെ വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ഭാരത സർക്കാർ ശ്രമിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ കഴിഞ്ഞ ആഴ്ചയിൽ ദോഹയിൽ സമ്മേളിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തു. വ്യാപാര ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലുപരി രാജ്യത്തിൻ്റെ സുരക്ഷയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ടാം ഊഴം ആരംഭിക്കുന്നത് ജനുവരി 20-നാണ്. വലിയ ആഘോഷങ്ങളോടെയാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്തുന്നത്. എന്നാൽ ഈ ചടങ്ങുകളുടെ ചെലവിനായി സർക്കാർ ഫണ്ടിൽ നിന്നും ചെലവഴിക്കുന്നത് വളരെ ചെറിയ ഒരംശമാണ്. ഒബാമയുടെ സ്ഥാനാരോഹണത്തിനുള്ള മൊത്തം ചെലവ് $170 ദശലക്ഷം ആയിരുന്നു. ഇതിൽ സർക്കാർ വിഹിതം $10,00,000 മാത്രമായിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകളുടെ ചെലവിലേക്കായി ഇതിനകം തന്നെ $170 ദശലക്ഷം സംഭാവനയായി ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ വ്യവസായ ഭീമന്മാരായ ബോയിങ്, ആമസോൺ, ഷെവറോൺ, ഫോർഡ്, മേത്ത തുടങ്ങിയവരാണ് സംഭാവനകൾ നൽകിയത്. ഭരണകക്ഷിയുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വ്യവസായ പ്രമുഖന്മാർ ഇങ്ങനെ സംഭാവനകൾ നൽകുന്നത്. ചടങ്ങുകൾ കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിൽ ഇവരുടെ പേരുകൾ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യും. സംഭാവന നൽകുന്നതും സ്വീകരിക്കുന്നതും രഹസ്യമായിട്ടല്ല. ഇസ്രായേലിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ്. പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതായി ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഓരോ ബൂത്തിലും സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടുകൾ നേരത്തെ തന്നെ ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതനുസരിച്ച് മഡുറോയേക്കാൾ വോട്ടുകൾ ലഭിച്ചത് എതിർ സ്ഥാനാർത്ഥിയായ ഗൊൺസാൽവസിനാണ്. ഇദ്ദേഹം വിജയിച്ചതായി ജനങ്ങൾ പ്രഖ്യാപിക്കുകയും മഡുറോ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ആരംഭിക്കുകയും ചെയ്തു. സമരത്തെ അടിച്ചമർത്താൻ തുടങ്ങിയപ്പോൾ ഗൊൺസാൽവസ് അറസ്റ്റ് ഭയന്ന് അയൽ രാജ്യമായ അർജന്റീനയിൽ അഭയം തേടി. മഡുറോ സ്ഥാനമൊഴിഞ്ഞ് പ്രസിഡന്റാകാൻ ഗൊൺസാൽവസിനെ അനുവദിക്കണം എന്നാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. ജനുവരി 10 നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ അർജന്റീനയിൽ നിന്നും ഗൊൺസാൽവസ് എത്തിയാൽ അത് വലിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സമുദ്രത്തിനടിയിലൂടെ കടന്നുപോകുന്ന തായ്വാന്റെ ഇന്റർനെറ്റ് കേബിളുകൾ വെട്ടിമുറിച്ച നിലയിൽ കാണപ്പെട്ടു. ഇതുമൂലം അന്താരാഷ്ട്ര സമൂഹവുമായുള്ള ആശയവിനിമയം തകരാറിലായി. ഇത് തങ്ങളുടെ വിദേശ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് തായ്വാൻ പരാതിപ്പെടുന്നത്. ആരാണ് ഈ കേസിലെ പ്രതി എന്നു പറയാൻ കഴിയുന്ന ഒരു തെളിവുകളും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ കേടുപാടുകൾ സംഭവിച്ച കേബിളുകളുടെ സമീപത്തോടുകൂടി ഒരു ചൈനീസ് ചരക്ക് കപ്പൽ വെള്ളിയാഴ്ച കടന്നു പോകുന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സമുദ്രത്തിനടിയിലൂടെ കടന്നു പോകുന്ന കേബിളുകൾക്ക് തകരാറുകൾ സംഭവിക്കാറുണ്ടെന്നും തങ്ങളുടെ കപ്പലുകൾ ഒരു പിഴവും വരുത്തിയിട്ടില്ല എന്നുമാണ് ചൈനീസ് അധികൃതർ പ്രതികരിച്ചത്. ഇത്തരത്തിലുള്ള കേബിളുകൾ തകർത്തതിൻ്റെ പേരിൽ ചൈനയുടെ പേരിൽ ഇതിനു മുമ്പും കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ചൈനയാണ് ഈ അട്ടിമറിക്കു പിന്നിൽ എന്നാണ് തായ്വാൻ സംശയിക്കുന്നത്. നേരിട്ടുള്ള ആക്രമണം ഒഴിവാക്കി ഇത്തരം രഹസ്യ നീക്കങ്ങളിലൂടെ തങ്ങളെ തകർക്കാനാണ് ചൈന ശ്രമിക്കുന്നത് എന്നാണ് തായ്വാന്റെ ആരോപണം.
വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.